ലോകത്തിലെ ഏറ്റവും വിചിത്രമായ 25 ഗാഡ്ജറ്റുകൾ. 25ാമത്തത് നിന്റെൻഡോ റോബ്. റോബ് എന്ന് പറഞ്ഞാൽ റോബോട്ടിക് ഓപ്പറേറ്റിംഗ് ബഡി ആയിരുന്നു. അതായത് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരൻ കളിക്കാനില്ല എങ്കിൽ നമ്മൾ വാളി എന്ന സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു റോബോട്ട് 4 AAA ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇതേപോലെ ഗെയിം കളിക്കുന്നതാണ്. ഇത് ഏകദേശം 1983 ഇറങ്ങിയത് ആൻഡ് അത്യാവശ്യം സക്സസ്ഫുൾ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാം സ്മാർട്ടായിട്ട് വരുന്നുണ്ടെങ്കിലും സ്മാർട്ട്നെസ് അത്രയ്ക്ക് അങ്ങ് കൂടാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്തിങ് ആണ്. യെസ്, വസ്ത്രങ്ങളുടെ അത്രയും ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല എങ്കിലും ഗൂഗിളും ലെവീസും കൂടെ ചേർന്ന് ഒരു ട്രക്കർ ജാക്കറ്റ് ഉണ്ടാക്കി. സോ ഇത് സൈക്കിൾ ചവിട്ടുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജാക്കറ്റാണ്. സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഫോൺ കോളുകളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ജാക്കറ്റിന്റെ ഉള്ളിൽ കുറെ സ്മാർട്ട് സെൻസറും സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജാക്കറ്റ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്തിങ്. ശരിയാണ്, മൈക്രോഫോണും സ്പീക്കറൊക്കെ വെച്ച തുണികളൊക്കെ എങ്ങനെ അലക്കും എന്ന് ഗൂഗിളുകാരും വിചാരിച്ചു. അപ്പോൾ ഇതൊരു റിമൂവബിൾ മൊഡ്യൂൾ ആണ്. ഒരു സാധാ ജാക്കറ്റ് തന്നെയാണ്, പക്ഷേ അതിലേക്ക് ഇതേപോലെ അറ്റാച്ച്മെന്റ്സ് എല്ലാം കൊടുക്കാൻ പറ്റും. 23ാമത് സെൽഫി ടോസ്റ്റർ. സെൽഫി ടോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. വേറെ ഒന്നുമില്ല, നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന മെഷീൻ ഇല്ലേ, ആ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന മെഷീനിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. സോ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് നിങ്ങളൊരു സെൽഫി എടുക്കുക. ആൻഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെൽഫി എങ്ങനെയായിരുന്നു ആ ഒരു സെൽഫി ബ്രെഡുമേ പതിഞ്ഞു വരും. 2014 ലോഞ്ചായ ഈ ഡിവൈസിന് ഏകദേശം $75 ആയിരുന്നു വില. ഇതേപോലെ സ്മാർട്ട്നെസ് വരാത്ത വേറൊരു സംഭവമാണ് നമ്മുടെ ബെൽറ്റ്. സോ ബെൽറ്റ് എന്ന് പേരുള്ള ഈ ഒരു സ്മാർട്ട് ബെൽറ്റ് നിങ്ങൾ അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഒരു ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവുകയും ഭക്ഷണം കുറേ അധികം കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് ആവുകയും അതുപോലെ നിങ്ങളുടെ BMIയും അതേപോലെ ടമ്മി എത്രത്തോളം വലുതായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ആപ്ലിക്കേഷനിൽ കാണിച്ചു തരും. അൺഫോർച്ചുനേറ്റ്ലി ഈ സാധനം ഒരു ടെക് എക്സിബിഷൻ പോലെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് റീറ്റെയിലായിട്ട് എത്ര രൂപയ്ക്കാണ് വരുന്നത്, എന്നാണ് ലോഞ്ച് ആവുന്നത്, ഈ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഇലക്ട്രോണിക് ഉപകരണം വെച്ച് പുറത്തെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, സിമ്പിൾ ടേംസിൽ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ, യെസ്, ന്യൂറോസ്കൈ എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്ന മൈൻഡ് വേവ് EEG ഹെഡ്സെറ്റ്. ഇത് ആക്ച്വലി ഒരു ഹെഡ്സെറ്റ് പോലെ നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറേയധികം ആപ്ലിക്കേഷൻസും അതേപോലെ ഗെയിംസും എല്ലാം ഉണ്ട്. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഹെഡ്സെറ്റ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ക്യാമറ സൂം ഇൻ ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുകയാണല്ലോ, അപ്പോൾ എൻ്റെ തലയിൽ നിന്നും ഒരു പ്രത്യേക തരം ഇലക്ട്രിക്കൽ വേവുകൾ വരും. സോ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അതേ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡ്സെറ്റ് അത് ക്യാപ്ചർ ചെയ്ത് തനിയെ സൂം ഇൻ ആക്കി തരും. അഥവാ നമ്മുടെ മൈൻഡ് വെച്ച് സാധനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ട്രാഫിക്കിലൊക്കെ സ്റ്റക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുന്നൊരു തോട്ടാണ്, സോ എന്നെ ആരെങ്കിലും ഇവിടെ നിന്നൊന്ന് പൊക്കി പറത്തി ഇതേ അപ്പുറത്ത് വരെ ഒന്ന് കൊണ്ടെത്തിച്ചാൽ മതി, ഇത്രയും ദൂരം എനിക്ക് പോകാനായിട്ടുള്ള അങ്ങനത്തെ വല്ല സാധനം ഉണ്ടായിരുന്നെങ്കിൽ. ഈ ചിന്ത നിങ്ങൾക്ക് മാത്രമല്ല കുറേയധികം സയന്റിസ്റ്റുമാർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ടെറാഫ്യൂജിയ. ടെറാഫ്യൂജിയ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്ലെയിൻ ആണ്, എന്നാൽ ഒരു കാറുമാണ്. സോ ഒരു പ്ലെയിനും കാറും കമ്പൈൻ ചെയ്ത് നമുക്ക് റോട്ടിലൂടെയും ഓടിക്കാൻ പറ്റും, എന്നാൽ ആകാശത്തിൽ കൂടെയും പോകാനായിട്ട് പറ്റുന്ന രീതിക്കുള്ള ഒരു പ്രത്യേകതരം വാഹനമാണ്. ഐഡിയ ഒക്കെ കൊള്ളാമെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി പ്രോട്ടോടൈപ്പ് സ്റ്റേജിൽ നിന്നും ആക്ച്വൽ സ്റ്റേജിലേക്ക് ഇത് വന്നില്ല. അടുത്ത ടെക്നോളജി എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. നിങ്ങളുടെ മൈൻഡ് ബ്ലോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ശാന്തമാക്കുന്ന പോലത്തെ ഒരു ഗാഡ്ജറ്റ്. സോ തിങ്ക് വൈബ് എന്നാണ് ഈ ഒരു ഗാഡ്ജറ്റിന്റെ പേര്. ഈ ഒരു ഗാഡ്ജറ്റ് നമ്മൾ നേരത്തെ കണ്ട ന്യൂറോസ്കൈ പോലത്തെ ഒരു ഹെഡ്സെറ്റ് ആണ്. പക്ഷേ ഈ ഡിവൈസിന് സപ്പോസ് നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ലോ ലെവൽ ഇലക്ട്രിക്കൽ പൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ നെർവിനെ സിമുലേറ്റ് ചെയ്ത് നിങ്ങളെ ശാന്തമാക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മൂഡില്ല എങ്കിൽ നിങ്ങൾക്ക് എനർജി തരാനായിട്ടും ഈ ഒരു ലോ ലെവൽ ഇലക്ട്രിക്കൽ പൾസ് വഴി ഈ ഗാഡ്ജറ്റിന് പറ്റും. സോ ഇതിന്റെ കമ്പനിക്കാർ പറഞ്ഞത് ഒരു ആൽക്കഹോളിനും ഒരു കോഫിക്കും പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം എന്നാണ്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തു, പക്ഷെ ഇത് മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരൊന്നും ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ഏകദേശം $199 ആയിരുന്നു ഒരു പീസിന്. 18ാമത്തേത് ബോൺ ഫോൺ. അന്നും ഇന്നും സ്മാർട്ട് ഫോണിൽ മാറാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് ഫോൺ എടുക്കുക, ചെവിയിൽ വെക്കുക. ട്രൂ വയർലെസ് ഇയർഫോൺസ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും ഇപ്പോഴും എന്താണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കംഫർട്ടബിളും എളുപ്പവും ഈ ഒരു സാധനം എടുത്ത് ചെവിയിൽ വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ചെവിയിൽ വെക്കുമ്പോൾ ശരീരത്തിന് വളരെ അടുത്താണ്, റേഡിയേഷൻ വരുമോ, തലവേദന എടുക്കുമോ, ഹീറ്റിംഗ് വരുമോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൊണ്ട് ഒരു കമ്പനി ഇറക്കിയ സാധനമാണ് ബോൺ ഫോൺ. ബോൺ ഫോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബോൺ കണ്ടക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കഴുത്തിൽ ഒരു തോർത്തൊക്കെ ഇടുന്ന പോലെ ഇടാം, എന്നാൽ കോളുകൾ വരുന്ന സമയത്ത് നമ്മുടെ കോളർ ബോണുകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആ ഒരു വൈബ്രേഷൻ കയറി നമ്മുടെ ചെവിയിൽ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു കാര്യം കേൾക്കാനായിട്ട് പറ്റുമെന്നും നമ്മൾ തിരിച്ച് സംസാരിക്കുന്നത് മറ്റേ അറ്റത്തുള്ള ആൾക്കും നോർമൽ ഫോൺ പോലെ തന്നെ കേൾക്കും. ഏകദേശം $69 വരുന്ന ഈ ഒരു ഗാഡ്ജറ്റ് 1979 ലോഞ്ച് ചെയ്തത്.
10,000 യൂണിറ്റോളമാണ് സെൽ ചെയ്തത്. 17ാമത്തത് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് സോണി കമ്പനി ഇറക്കിയ ഒരു ഗാഡ്ജറ്റാണ് സോണി റോളി. വേറെ ഒന്നുമല്ല, ഐപോഡുകളെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നപ്പോൾ സോണി ഇറക്കിയ ഒരു റോളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനവും ഡാൻസ് കളിക്കും. അവരുദ്ദേശിച്ച ഡാൻസ് എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ ഡാൻസ് കളിക്കും. ഏകദേശം $399 വരുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലാണ്ട് ഇത് ഏകദേശം 700 കളർ ഫ്ലാഷ് ലൈറ്റുകളും വരും. ഇത്രയും സംഭവമൊക്കെ വരുമെങ്കിലും ഇതൊരു ഐപോഡ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായില്ല. 16ാമത് ഗൂഗിൾ ഗ്ലാസ്. എനിക്കറിയാം ഗൂഗിൾ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം ഒന്നും ഇറങ്ങിയില്ലല്ലോ ബ്രോ, അതൊക്കെ പോളിഷ് ആയി പോയില്ലേ എന്ന് പോയി. സോ ഗൂഗിൾ ഗ്ലാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാടികൾ പോലെയുള്ളൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആയിരുന്നു. ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റൂട്ടുകൾ, കോൾ വന്നു കഴിഞ്ഞാൽ ആരാണ് വിളിക്കുന്നതൊക്കെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ ആയിരുന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നപ്പോൾ ആൾക്കാർക്ക് അത് അത്ര വലിയ അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കിയവർ പോയിട്ട് ഗ്ലാസ് ഹോൾസ് എന്നുമാണ് ആൾക്കാർ വിളിച്ചു തുടങ്ങിയത്. 15ാമത്തേത്, നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടിലുള്ള സ്ക്രീൻ ഉപയോഗിക്കുമെങ്കിലും ഇപ്പൊ ചില കമ്പനികളൊക്കെ ഫോണിന്റെ ബാക്കിൽ ചെറിയ സ്ക്രീൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാംസങ്ങിന്റെ ഫോൾഡബിൾ ഫോണിൽ കണ്ടു, ഹുവാവയുടെ ഫോൾഡബിൾ ഫോണിൽ കണ്ടു, പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടൊരു കമ്പനിയാണ്. അവരുടെ പ്രൊഡക്റ്റ് ആണ് യോട്ടാഫോൺ. യോട്ടാഫോണിന്റെ ഫ്രണ്ടിൽ ഒരു നോർമൽ ടച്ച് സ്ക്രീൻ ഉണ്ടായെങ്കിലും യോട്ടാഫോണിന്റെ ബാക്കിൽ ഒരു ഇ പേപ്പർ ഡിസ്പ്ലേ ആയിരുന്നു. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ടൈം, നോട്ടിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോൺ തിരിച്ചാലും കാണാനായിട്ട് പറ്റും. ഒരു ഫോണിന്റെ മുൻഭാഗത്ത് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോണിന്റെ പിന്നിൽ കാണിച്ചെങ്കിലും നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പുറകിലുള്ള ഡിസ്പ്ലേക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് താഴേക്കുള്ള ബാക്കി എല്ലാ ഗാഡ്ജറ്റുകളും ഇതിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഉണ്ടാവും. സോ പാർട്ട് 2 വീഡിയോ കാണാനായിട്ട് ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.